ഞാൻ അങ്ങനെ കുറേ ആയിട്ട് ആലോചിച്ച് നോക്കി, ഈ ഗവൺമെന്റ് ജോലിക്കാരെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ വരൂല. മുഴുവൻ 100% എടുക്കണ്ട, എനിക്കിങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയിട്ടില്ല. ഗവൺമെന്റ് ശമ്പളം പറ്റുന്ന ആളുകളുടെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ, ഖത്തീബുമാർ, ഖാദിമാർ, ഉമ്മത്തിന് നേതൃത്വം നൽകാൻ പറ്റുന്ന ആൾക്കാർ വരുന്നില്ല. എവിടില്ല എന്ന് അതിന് അർത്ഥം എടുക്കണ്ട, ഭൂരിഭാഗം വരുന്നില്ല. എന്തായിരിക്കും കാരണം എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു. എനിക്ക് 2 കാരണം കിട്ടിയതിന്. ഒന്ന്, ഹറാമും ഹലാലും ഇടകലർന്ന സമ്പത്താണ് അവരുടേത്. ഉദാഹരണമായിട്ട് ബാങ്ക് ഇടപാടൊക്കെ പോലെയുള്ളതിൽ ഹറാമും ഹലാലും ഇടകലർന്നിട്ടുണ്ടാവും. രണ്ടാമത്തെ ഒരു കാര്യം അതിലുണ്ട്, അധ്വാനത്തെക്കാൾ എത്രയോ 10 മടങ്ങാണ് കൂലി. ശരിക്ക് കൂലി ത്വയ്യിബാവണമെങ്കിൽ അധ്വാനം കൂടുതലും കൂലി കുറവുമാകണം, നല്ല വർക്കത്തുണ്ടാവും. ഇതെന്താ വെച്ചാൽ 365 ദിവസമൊക്കെ ഒരു കൊല്ലണ്ട്, പക്ഷെ അതിൽ 150 ദിവസം പണിയില്ല, ബാക്കിയുള്ളൂ. ഉള്ള ദിവസം പണി നേരക്കെടുക്കോ അതുമില്ല. ധന്യ സംഗതി. പിന്നെന്ത് വേണം? വരുമാനത്തിൽ ബറക്കത്തുണ്ടാണെങ്കിൽ വരുമാനത്തേക്കാൾ കൂടുതൽ ജോലി ഉണ്ടായിരിക്കണം, അധ്വാനം കൂടുതലും വരുമാനം കുറവായിരിക്കണം. അപ്പൊ നല്ല ബറക്കത്തുണ്ടാവും. ഇത് അധ്വാനം വളരെ കുറവാണ്, ഉള്ള പണി തന്നെ ഏലങ്കത്തിൽ എടുക്കൂല, കുറച്ച് പണി ഉണ്ടാവുമല്ലോ അത് എടുക്കൂല. അതുകൊണ്ട് തന്നെ ബറക്കത്ത് കുറഞ്ഞ എല്ലാ വിഷയത്തിലെയും ബറക്കത്ത് നമ്മൾ നോക്കണം. ബറക്കത്തില്ലാത്ത കുറേ ഉണ്ടായിട്ടൊരു കാര്യമില്ല. 10 മക്കളുണ്ട്, ആവശ്യ നേരത്തെ ഒറ്റൊന്നുമില്ല, ഒറ്റ ചെറുക്കനേ ഉള്ളൂ, എല്ലാറ്റിനും ഉണ്ട്, ആവശ്യം കഴിഞ്ഞിട്ട് ആള് ബാക്കിയുണ്ട്, അങ്ങനെ ഉണ്ടാവും. എന്തേ? ബർക്കത്തുണ്ട്, മറ്റേ ബർക്കത്തില്ല. ബർക്കത്തുള്ള സാധനം കുറച്ച് മതി. എല്ലാ വിഷയങ്ങളിലും ബർക്കത്തുണ്ട്. ഇൽമിൽ ബറക്കത്തുണ്ടെങ്കിൽ അവന്റെ ഇൽമ് ഉപകാരമുള്ളതായിരിക്കും. ഇൽമിൽ ബറക്കത്തില്ലെങ്കിൽ കോടതി പിരിഞ്ഞ് ഓർമ്മ വരും. ആവശ്യം കഴിഞ്ഞിട്ടാണ് അങ്ങനെയായിരുന്നില്ലേ എന്ന് കുറെ കഴിഞ്ഞിട്ട് ഓർമ്മ വരും. അതുകൊണ്ട് എന്താ കാര്യം? ആവശ്യം നേരത്തെ ഓർമ്മ ഉണ്ടേ. ഇൽമിൽ ബറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും. ആവശ്യം കഴിഞ്ഞ് ന്യായ ഓർമ്മ വരും. എല്ലാത്തിലും ആയുസ്സിലെ ബർക്കത്ത് വളരെ പ്രധാനമാണ്. ബറക്കത്തിനുള്ള ദുആയാകുന്നു ഖുനൂത്ത്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലീ ഫീമാ അഅതൈത്. ഉടച്ചോനെ തോനെ തരണേന്നല്ല, തന്നതിൽ ബറക്കത്ത് ചെയ്യണേ എന്നാണ് ദുആ. അതാണ് ബറക്കത്തിനുള്ള ദുആ ഖുനൂത്ത്. അതിന് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. സമയത്തിൽ ബറക്കത്തുള്ള സമയം പ്രഭാത സമയമാണ്. ദിവസത്തിൽ ബറക്കത്തുള്ളത് വെള്ളിയാഴ്ചയാണ്. ഏത് ദണ്ണത്ത് കിടക്കുന്ന ആൾക്കും വെള്ളിയാഴ്ച ആശ്വാസം ഉണ്ടാവും. ദിവസത്തിൽ ബറക്കത്തുള്ളത് വെള്ളിയാഴ്ചക്കാണ്. സമയത്തിൽ ബറക്കത്തുള്ളത് പ്രഭാത സമയത്താണ്. സുബഹിന്റെ സമയം, സുബഹിന്റെ അല്പം മുമ്പും സുബഹിന്റെ ശേഷവും. ബറക്കത്തിന് നമ്മൾ എപ്പോഴും നോക്കണം. ബർക്കത്തില്ലാത്തത് കോട്ട കണക്കിനുണ്ടായിട്ട് ഒരു കാര്യമില്ല. 3 ലക്ഷം റുപ്യ കയ്യിലുള്ള ഒരാള് 500 റുപ്യ കടം ചോദിച്ചാൽ എന്താ ഇപ്പൊ അതിന്റെ അവസ്ഥ? ഓന് 3,500,000 റുപ്യ വേണം. ഒരു 500 റുപ്യ ഓൻ്റെ അടുത്ത് 3 ലക്ഷം റുപ്യ ഉണ്ട്. 1000 റുപ്യേ ഉള്ളൂ. ആവശ്യമുള്ളതൊക്കെ കഴിഞ്ഞതിന് ശേഷം 200ന്റെ പുതിയ നോട്ട് കീശയിൽ വെക്കാൻ ബാക്കിയുണ്ട്. ബർക്കത്തില്ലാത്ത എത്ര ഉണ്ടായിട്ട് ഒരു പ്രയോജനമില്ല. ഭക്ഷണത്തിലെ ബറക്കത്ത് ആദ്യത്തിലും അവസാനത്തിലുമാകുന്നു. ഭക്ഷണത്തിലെ ബറക്കത്ത് ആദ്യത്തില്, തുടക്കത്തിലുമാണ്, ഒടുക്കത്തിലുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ആദ്യം കോരുന്നത് നമ്മളെ പാത്രത്തിൽ ഇടും. മതിയാവോളം ഇടല്ല വേണ്ടത്. പിന്നെ ആദ്യത്തെ കോരൽ ലേശം ഇട്ടിട്ട് പിന്നെ എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാക്കിയിടാം. അങ്ങനെയാണ്. അല്ല ഓന് മതിയാവോളം ഇട്ടാണ്ട് നിങ്ങളെന്താ ചൈക്കോളി അറിയാലല്ല. ആദ്യത്തെ ബർക്കത്തായി നമ്മൾ എടുക്കണം. അവസാനം എല്ലുമെന്നുള്ള അവസാനം കിട്ടണുണ്ടല്ലോ, അതും നമ്മൾ തന്നെ എടുക്കണം. മുള്ളുമെന്ന് അവസാനം എടുക്കണത് അത് നമ്മൾ തന്നെ എടുക്കണം. ബർക്കത്ത് വേറെ ആൾക്ക് കൊടുക്കാൻ മാത്രം ഉണ്ടാവില്ല. അവനാന് തേഞ്ഞിട്ടല്ലേ കൊടുക്കുക. എന്നാ പോയി തികയ? മരിച്ചോളം തികയില്ല. അതുകൊണ്ട് കൊടുക്കാനില്ല. ബർക്കത്ത് ആർക്കും കൊടുക്കാൻ ഉണ്ടാവില്ല. അത് നമ്മക്ക് തന്നെ ഇഷ്ടം പോലെ വേണം. അതുകൊണ്ട് ബർക്കത്ത് കിട്ടാനുള്ളിടത്തോളം നമ്മൾ തന്നെ എടുക്കണം. ബർക്കത്തില്ലാത്ത എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ബർക്കത്തില്ലാത്ത തൊഴിലുകൊണ്ടും കാര്യമില്ല,
ബർക്കത്തില്ലാത്ത ആയുസ്സുകൊണ്ടും കാര്യമില്ല. 95 കൊല്ലം ജീവിച്ചു എന്നിട്ടോ മരിച്ചു. ചില ആൾക്കാർ 40 കൊല്ലം ജീവിച്ചു, എന്തൊക്കെ കാട്ടിക്കൂട്ടി നോക്കിയാൽ, അല്ലെ 50 കൊല്ലം ജീവിച്ച് എന്തൊക്കെ ചെയ്തത്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഉദാഹരണം. കുറച്ചു കാലം മഹാനവറുകളുടെ ബസീത്ത് എന്നൊരു കിതാബ് ആയുസ് മുഴുവൻ നോക്കിയാൽ തീരൂല. ഒരാള് ഒരു പുരുഷായുസ് മുഴുവൻ ചെലവഴിച്ച് നോക്കിയാലേ കിതാബ് കഴിയൂല. അങ്ങനത്തെ ഒന്നല്ല. ബസീത്ത് ഉണ്ട്, വസീത്ത് ഉണ്ട്, വജീസ് ഉണ്ട്, വേറെയുണ്ട്. അതാണ് ആയുസ്സിലെ ബർക്കത്ത് പറഞ്ഞത്. ബർക്കത്തുള്ള ആയുസ്സിൽ ബർക്കത്തുള്ളവൻ കുറച്ചുകാലം ജീവിച്ചാൽ തന്നെ കുറേ നേട്ടം ഉണ്ടാവും. ചില മനുഷ്യന്മാരും വലിയ ബർക്കത്തുള്ള മനുഷ്യന്മാരുണ്ടാവും. ബർക്കത്തുള്ള ഒന്ന് നാട്ടിലുണ്ടായാൽ മതി. ബർക്കത്തുള്ള ഒരെണ്ണം നാട്ടിലുണ്ടായാൽ ആ നാട്ടുകാർക്ക് മൊത്തം അതിന്റെ ഗുണം ഉണ്ടാവും. യൂസുഫ് നബി അലൈഹി ഇസ്ലാമ് പിന്നെ മിസ്റിൽ താമസിക്കുന്ന കാലത്ത്, യൂസുഫ് നബി അലൈഹി ഇസ്ലാം മിസ്റിലെ രാജാവായി വാണരുളുന്ന കാലത്ത് നൈൽ നദിയുടെ ഒരു കരയിലാണ് മഹാനവറുകൾ താമസിക്കുന്നത്. ഒരിക്കൽ മറുകരക്കാരായ ആൾക്കാർ വന്നു. മറ്റേ കരമുള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞു യൂസുഫ് നബിനോട്, നിങ്ങൾ ഞങ്ങളെ നാട്ടിലേക്കൊന്ന് വരുമോ ചോദിച്ചു. അതെന്തിനാന്ന് ചോദിച്ചു. നിങ്ങൾ കുറച്ചാൽ അവിടെ ഒന്ന് വന്ന് പാർത്താലേ ഞങ്ങൾക്കും ഇവിടുത്തെ മാതിരി പൈസ ഉണ്ടാവുന്ന ഞങ്ങളുടെ അഭിപ്രായം, അതുകൊണ്ടൊന്ന് വരണം എന്ന് പറഞ്ഞു. കൃഷിയൊക്കെ ഒന്ന് ഉഷാറായി, ജലസേചനമൊക്കെ നടന്ന്, പെരപ്പണിയൊക്കെ തീർന്ന്, കടക്കൊന്ന് വീടി റാഹത്താകും എന്നാണ് ഞങ്ങളുടെ വിചാരം. അതുകൊണ്ട് നിങ്ങളൊന്ന് വന്ന് പാർക്കണം ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, എന്നെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വരാറുണ്ട്. നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വന്നോളാറുണ്ട്. അങ്ങനെ നൈൽ നദിയുടെ മറുകരയിൽ പോയി യൂസുഫ് നബി അലൈഹി ഇസ്ലാം താമസിച്ചു. പറഞ്ഞ മാതിരി കൃഷി ഉണ്ടായി, വെള്ളമുണ്ടായി, കൃഷി നടന്നു, കടം വീടി, പെരപ്പണി തീർന്നു, എല്ലാവരും മുതലാളിമാരായി. ഭയങ്കര റാഹത്ത്. പക്ഷേ മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാം മറുകരയിൽ വെച്ച് വഫാത്തായി. തിരിച്ചു പോരുന്നതിന് മുമ്പ് മരണപ്പെട്ടു, വഫാത്തായി. വഫാത്തായപ്പോ ഒരു തർക്കം. എന്താ തർക്കം? ഇവിടെ മറവ് ചെയ്യണമെന്ന് അക്കരമുള്ളവര്, ഞങ്ങളെ നാട്ടുകാരനാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്ന അക്കരമുള്ളവര്, അയക്കൂലാന്ന് ബലി കൊണ്ടുപോകുന്നോല് കൊണ്ടുപോവേ അന്നൊന്ന് കാണണല്ലോ, നിങ്ങളൊന്നും തരാതിരുന്നാണ്, നിങ്ങളൊന്ന് കൊണ്ടുപോയിക്കാണി. ഹത്തായക്കത്തിലും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി അവർ. അങ്ങനെ രണ്ട് നാട്ടിലെയും ഖാദിമാർ യോഗം ചേർന്നു. രണ്ട് നാട്ടിലെയും ഖാദിമാര്, ഹക്കിമുമാര് യോഗം ചേർന്നിട്ട് ഒരു തീരുമാനമെടുത്തു. നൈൽ നദിയിൽ മണലും ചാക്ക് കെട്ടിയിട്ട് വെച്ചിട്ട് ബണ്ട് കെട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പെട്ടിയിലാക്കി നൈലിന്റെ നദിയുടെ നടുവിൽ മറവ് ചെയ്ത് രണ്ട് ഭാഗത്തേക്കും വെള്ളം തിരിച്ചുവിടാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് സയ്യിദുനാ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ മറവ് ചെയ്തത്. പിന്നീട് പിൽക്കാലത്ത് വന്ന അമ്പിയാക്കൾക്ക് സ്വപ്ന ദർശനമുണ്ടാവുകയും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസ അവിടെ നിന്നെടുത്ത് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയി മറവ് ചെയ്യുകയുമാണ് ചെയ്തത്. ബർക്കത്തുള്ള ഒന്ന് നാട്ടിലുണ്ടെങ്കിൽ നാട്ടുകാർക്ക് മൊത്തം ഗുണമുണ്ടാവും. ബർക്കത്തുള്ള ഒരു തൊഴിലാളി ഉണ്ടായാൽ മതി നമ്മളെ പീടിയിൽ. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സുപ്രയില് മുഹമ്മദ് എന്ന് പേരുള്ള ഒരാളുണ്ടെങ്കിൽ ആ ഭക്ഷണത്തളികയിൽ ഇരിക്കുന്ന എല്ലാവർക്കും ബറക്കത്തുണ്ടായിരിക്കുമെന്ന ഹദീസ് ഞാൻ ചങ്ങരംകുളത്ത് ജോലി ചെയ്യണ സമയത്ത് പള്ളിക്ക ബാങ്ക് കൊടുത്തിന്ന് മൊല്ലാക്ക പറഞ്ഞു തന്നതാണ്. പറഞ്ഞറിൽ ഇന്നാളെ പറ്റുള്ളൂ എന്നൊന്നുമില്ലല്ലോ. ചങ്ങരംകുളത്ത് ഒരു പള്ളിക്ക ജോലി ചെയ്യുമ്പോ അവിടുത്തെ പള്ളിക്ക ബാങ്ക് കൊടുത്തിന്ന് മൊല്ലാക്ക പറഞ്ഞു തന്ന ഹദീസാണ്. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന തളിക, ഹദീസ് ശരിയാണ് കേട്ടോ, മൊല്ലാക്ക പറഞ്ഞുകൊണ്ട് മോശമല്ല. മൊല്ലാക്കയാണ് ആദ്യം പറഞ്ഞത്, പിന്നെ ഞാൻ കണ്ടുപിടിച്ചു മാത്രം, പിന്നെ തെരഞ്ഞെടുത്തു. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന തളികയിൽ മുഹമ്മദ് എന്ന് പേരുള്ള അഞ്ചാളിരിക്കണയിൽ ഒരാളെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ ബറക്കത്തുണ്ടാകുമെന്നാണ്. അമ്പിയാക്കളുടെ പേരുള്ള ആളുകൾ ബറക്കത്തുള്ള ആളുകളായിരിക്കുമെന്നാണ്. അമ്പിയാക്കളുടെ പേരുള്ള ആൾക്കാർ ബർക്കത്തുള്ള ആൾക്കാരായിരിക്കും. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ പൊട്ടുമുറിയൊന്നുമല്ല, അത് ഭയങ്കരമായിട്ട് പറയാൻ മാത്രമുണ്ട്, അത് പറയാൻ മാത്രമുണ്ട്. എല്ലാ വിഷയത്തിലും ബറക്കത്തിന്റെ വഴികളെ നമ്മൾ നോക്കണം. ബറക്കത്ത് നഷ്ടപ്പെടുന്ന വഴികളെ തൊട്ട് നമ്മളെപ്പോഴും ഒഴിഞ്ഞു നിൽക്കണം. മനുഷ്യൻ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യം ദാരിദ്ര്യമാണ്.
കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റ ഹബീബുനാ റസൂലുള്ളാഹി. ദാരിദ്ര്യം ഒരു മനുഷ്യനെ കാഫിറാക്കാൻ പോന്നതാണ് എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശരിക്ക് ഫക്കീറിന് സക്കാത്ത് മാത്രമേ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ബാക്കിയൊക്കെ കൊടുക്കാൻ പറഞ്ഞത് മിസ്കീനാണ്. ഒരിക്കലും കൊടുക്കാൻ പറഞ്ഞുകൊടുത്ത് സക്കാത്തല്ലാത്ത ഒരു പൈസയും ഫക്കീറിന് കൊടുക്കാൻ പറയില്ല. അറഅയ്തല്ലദീ യുകസ്സിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ. എന്തും മിസ്കീനെ കൊടുക്കാൻ പറയുള്ളൂ, ഫക്കീറിന് കൊടുക്കാൻ പറയില്ല. എന്തേ? ഫക്കീർ അഭിമാനമില്ലാത്തവനാണ്, മിസ്കീൻ അഭിമാനമുള്ളവനാണ്. ഫക്കീർ അഭിമാനമില്ലാത്തവനായിരിക്കും, ഓൻ ആരോടും ചോദിക്കാനൊന്നൊരു മടിയുണ്ടാവില്ല. മിസ്കീൻ പള്ള പയിച്ചാല് ബെൽറ്റിന്റെ തുള ഒന്നുകൂടി ഇപ്പുറത്ത് കാക്കും, ഒരു മനുഷ്യൻ അറിയാതെ അവനത് കൈകാര്യം ചെയ്യും. അതാണ് മിസ്കീൻ. അവന് കൊടുക്കാനാണ് യഥാർത്ഥത്തിൽ പ്രേരണയുള്ളത്. മുസ്തഫ നബി തങ്ങൾ ദ്വാരുന്നതും അതിനാണ്. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. ഞാൻ പിന്നെ ഹജ്ജിന് പോയ സമയത്ത് ചാവക്കാട്ടുകാരൻ ഒരാളുണ്ടായിരുന്നു കൂടെ. അപ്പം ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപദേശം ഇങ്ങനെ പറയും. അപ്പോൾ ഈ ഹദീസ് ഓതിയപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹു തആല നമ്മളെ മിസ്കീനാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആചാര്യൻ എന്നോട് പറഞ്ഞു, അപ്പോൾ ഉസ്താദേ നമുക്കൊരു ആശുപത്രി കേസ് വന്നാൽ എന്താ കാട്ടുക എന്ന് ചോദിച്ചു. എന്താ കാട്ടുക? ആശുപത്രി കേസ് വരാതിരുന്നാൽ പോരെ? അത് വരണമെന്ന് എന്താ അത്ര നിർബന്ധം? നമ്മളെ ഓരോ ചിന്താഗതികളാണ് ശരിക്കത്. നമ്മളുള്ളിടത്തോളം പൈസ മുഴുവൻ ആശുപത്രി കൊടുക്കേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താ? ഇത് ആശുപത്രിയിലേക്കാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. 15,000 നിന്നാൽ മുതലാവൂല, 20,000 കിട്ടിയാലേ ഞാൻ നിൽക്കുള്ളൂ. ഒരാശുപത്രി കേസ് വന്നാൽ എന്താ കാട്ടുക? കടക്കട്ട 20,000 എന്ന് പറഞ്ഞാൽ 5,000 എല്ലാ മാസവും ആശുപത്രിക്ക് തന്നെ കൊടുക്കേണ്ടി വരും. പണത്തിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്താണെന്ന് തിരിച്ചറിയാത്തതാണ് നമ്മളെ വലിയൊരു പ്രശ്നം. എന്ന് പൈസൻ്റെ ഉപയോഗം നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതന്നെയാണ് നമ്മളെ വലിയ പ്രശ്നം. പൈസ ഉണ്ടാകാത്തതിൻ്റെ കാരണം അതന്നെയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചു. സഹാബ യുദ്ധത്തിന് പോവുകയാണ്, മൂത്തത്ത് യുദ്ധം പോവുകയാണ്, പൈസ ഇല്ല. ഉള്ളവരൊക്കെ കൊണ്ടീ എന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. അള്ളാന്റെ റസൂലേ, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം. ഊരമ്മ 2 കാലും വെച്ചിട്ടിങ്ങാണ്ട് കയ്യും വീശിയിട്ട് മക്കത്തുനിന്ന് മദീനത്തേക്ക് പോയതാണ് ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നൊരു സഹാബി ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിൽ ഹിജ്റ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്നപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ട് കുറേ ആളുകൾ സഹാബത്ത് വന്നു. മദീനയിൽ വന്ന ഉടനെ നബി തങ്ങൾ ചെയ്തത് മക്കക്കാരനായ ഒരാളെയും മദീനക്കാരനായ ഒരാളെയും കൂട്ടുകാരാക്കി. നമ്മുടെ നാട്ടിലൊക്കെ ദർസിന് കുട്ടികൾ വന്നാൽ എന്ത് ചെയ്യും? ഇതാ ഈ കുട്ടീനെ വെച്ചുകൊണ്ടേക്കോ, രാവിലെ അവിടെ ഉച്ചക്ക് അവിടെ അറിഞ്ഞാണ്ട് അങ്ങനെ മക്കത്തുനിന്ന് മദീനത്തേക്ക് വന്ന ഓരോരുത്തരെയും മദീനയിൽ നേരത്തെയുള്ള അൻസാരികളായ ഓരോരുത്തർക്ക് കൊടുത്തു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അൻസാരിയായ ഒരാൾ കൊണ്ടുപോയി വീട്ടിൽ ചെന്നിട്ട് ചോറൊക്കെ കൊടുത്ത് ഉഷാറാക്കിയതിന് ശേഷം രാത്രി കിടക്കാൻ നേരത്തെ പറഞ്ഞു, പിന്നെ എനിക്ക് 2 തോട്ടങ്ങളുണ്ട്, 2 തോട്ടമുണ്ട്. ഇത് നാളെ നേരം വെളുത്താല് ഇന്റെ 2 തോട്ടം ഒന്ന് നടന്ന് കാണണം. എന്നിട്ട് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള തോട്ടം ഏതാച്ചാൽ അത് അനക്കണ്ട് തരാറുണ്ട്. മഹാനായ സയ്യിദുന അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിങ്ങളെ തോട്ടം വേണ്ട, എനിക്ക് ചന്തയിൽ കച്ചവടം കിട്ടുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തന്നാൽ മതി. ഇങ്ങനെ നമ്മളെ ഈ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ സങ്കല്പിക്കണം, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളോടൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ എന്താ പറയാ, ആയിക്കോട്ടെ എന്നാ അതിൽ പോരട്ടെ, ബാക്കി പിന്നെ നോക്കിയാൽ മതിയല്ല എന്നാണ്. അങ്ങനെയാണ്. അബ്ദുറഹ്മാൻ ഔഫ് വേണ്ടാന്ന് പറഞ്ഞതാണ്.
ഞാൻ പറയുന്നുണ്ട് അബ്ദുറഹ്മാൻ ഔഫിന്റെ പൈസനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോണത്. എത്ര മുതലാളി ചെയ്യുന്നു എന്നാ പറയാൻ പോണത്. ഞമ്മക്ക് എന്താ വെച്ചാൽ ഓസി കിട്ടിയാൽ പിന്നെ ഓൽമെന്റും തിന്നാന്നുള്ളതാണ് പരിപാടി. എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവണില്ല BPL കാർഡിന് എന്തിനാ അപേക്ഷ കൊടുക്കണതെന്ന്. മുതലാളി ആവാനല്ലേ അപേക്ഷ കൊടുക്കേണ്ടത്? ദരിദ്രനാവാൻ അപേക്ഷ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല ഫക്കീർ ആവാൻ അപേക്ഷ കൊടുക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ എല്ലാവരും നമ്മളെ പൈസ ഇല്ലാത്തോ എന്ന് പറയുമ്പോൾ നമ്മൾ അപേക്ഷ കൊടുക്കണം എന്തിന്? അല്ലട്ടോ, നിങ്ങൾ ഇന്നൊന്ന് പൈസക്കാരനെന്ന് പറയണം. അതിനാണല്ലോ ശരിക്കും അപേക്ഷ കൊടുക്കേണ്ടത്. ഇത് ദരിദ്രനാവാൻ അപേക്ഷ കൊടുക്കേണ്ട കാര്യം എന്താ? നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട കേസാണ്. ഞാൻ ഒരു ഹദീസ് പറഞ്ഞുതരാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഫതഹ അലാ നഫ്സിഹി ബാബൻ മിനൽ മസ്അല ഫതഹല്ലാഹു അലൈഹി 70 ബാബൻ മിനൽ ഫഖർ. ഹബീബുനാ റസൂലുള്ളാഹി. ഒരാൾ തന്റെ സ്വന്തം ശരീരത്തിന്റെ മേൽ യാചനയുടെ, സഹായാഭ്യർത്ഥനയുടെ, അപേക്ഷയുടെ ഒരു വാതിൽ തുറന്നാൽ ഫതഹല്ലാഹു അലൈഹി 70 ബാബൻ മിനൽ ഫഖരി, അല്ലാഹു അവന്റെ മേൽ ദാരിദ്ര്യത്തിന്റെ 70 വാതിലുകൾ തുറക്കുന്നതാണ്. ഇരക്കണോൻ എന്നും ഇരക്കും, ഇരക്കണോൻ എന്നും ഇരന്നുകാണ്ടേയിരിക്കും. അപേക്ഷ കൊടുക്കണോൻ എല്ലാ കാലത്തും അപേക്ഷ കൊടുത്ത് കണ്ടിരിക്കും. മൻ ഒരാൾ, ഫതഹ അവൻ തുറന്നു, അലാ നഫ്സി സ്വന്തം ശരീരത്തിന്റെ മേൽ, ബാബം മിനൽ മസ്അല ഇരക്കലിന്റെ ഒരു വാതിൽ, അപേക്ഷയുടെ ഒരു വാതിൽ, സഹായാഭ്യർത്ഥനയുടെ ഒരു വാതിൽ, ചോദ്യത്തിന്റെ ഒരു വാതിൽ. ഫതഹല്ലാഹു അല്ലാഹു തുറക്കും, അലൈഹി അവന്റെ മേൽ 70 ബാബം മിനൽ ഫഖർ ദാരിദ്ര്യത്തിന്റെ 70 വാതിൽ. ദരിദ്രൻ എന്നും ദരിദ്രനാവുന്നതിന്റെ കാരണം എന്താ? ദരിദ്രനാവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്. ഇനിയിപ്പോൾ 25 വരികയാണല്ലോ, കുറച്ച് കായൊക്കെ കിട്ടി, കുറച്ച് വയസ്സായ കുട്ടി ബാത്റൂം പോയിട്ട് ഇങ്ങനെ എണ്ണി നോക്കി എത്ര ഉണ്ട് എന്ന്. അത്യാവശ്യം തിരക്കിടൊന്നുമില്ല. പടച്ചോനെ റബ്ബേ, ഈ കൊല്ലത്തെ 25 കൊറോണ നക്കി, അടുത്ത കൊല്ലത്തെ 25 കുറച്ച് തോനെ തരണേ റബ്ബേ. എന്താ അതിന്റെ അർത്ഥം? അടുത്ത കൊല്ലത്തെ 25 ഇന്ന തെണ്ടിയാക്കണേ എന്നല്ലേ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? എന്താ തിരിച്ചു പറഞ്ഞാല്, അള്ളാഹുവേ ഈ കൊല്ലത്തെ 25 എനിക്ക് ഇരക്കേണ്ടി വന്നു, എനിക്ക് സക്കാത്ത് വാങ്ങേണ്ടി വന്നു, അടുത്ത കൊല്ലത്തെ 25 എനിക്ക് റബ്ബേ സക്കാത്ത് കൊടുക്കാനുള്ള അവസരം നൽകണേ എന്ന് ദ്വാരക്കുകയാണെങ്കിൽ ഏത് കൊല്ലാണോ ദ്വാരുന്നത് ആ കൊല്ലം ആദ്യമായി കാറ് വാങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും പരിശോധിക്കാം, എല്ലാവർക്കും പരീക്ഷിക്കാം. അല്ല നമ്മളോട് എന്നോട് ചോദിച്ചോളി ഞാൻ നിങ്ങൾക്ക് തന്നോളാന്ന് പറഞ്ഞതേ പറ്റിച്ചാൻ പറഞ്ഞതല്ല, തരാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ്.